ജാസ്മിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം. ജാസ്മിന് പുറത്തെ പേര് തീരെ മോശമാണ് എന്ന് മനസ്സിലാകുന്നു. പുറത്തു മാത്രമല്ല, ഇപ്പോൾ അകത്തും 6 വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിന് ശേഷം ജാസ്മിൻ്റെ മാനസിക നില ആകെ തെറ്റിയിരിക്കുകയാണ് എന്ന് പറയാം. ആദ്യം ഇതുപോലെ ജാസ്മിൻ എല്ലാം പിഴച്ചതുപോലെ തോന്നിയത് ഉമ്മയും വാപ്പയും വിളിച്ച സമയത്താണ്. വാപ്പയ്ക്ക് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് വാപ്പ വിളിച്ചതിന് പിന്നാലെ ജാസ്മിൻ ഇതുപോലെ പെരുമാറിയിരുന്നു. പിന്നാലെ ലാലേട്ടൻ എത്തി പറഞ്ഞിരുന്നു ബ്ലോക്ക് അധികം മാറിയിട്ടുണ്ട്, ഒരു ബ്ലോക്കേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ. അതിനുശേഷം ജാസ്മിൻ പഴയതുപോലെ കളിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ 6 പുറത്തു നിന്നുള്ള മത്സരാർത്ഥികൾ വന്നതിന് ശേഷം ജാസ്മിൻ ഡൗൺ ആണ്. അതിന് പ്രത്യേകമായുള്ള കാരണമുണ്ട്. അതിനുള്ള പ്രത്യേകമായ കാരണം എന്ന് പറയുന്നത്, സായി എന്ന് പറയുന്ന ഇവരുടെ ഒരു കണ്ടസ്റ്റന്റ് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞു. ഇതിനുശേഷമാണ് ജാസ്മിൻ ഇങ്ങനെ ആയത്. ഇപ്പോൾ ഇതാ റസ്മിൻ ഈ അവസരം മുതലെടുത്ത് കൺഫെഷൻ റൂമിൽ കിടന്ന് കരയുന്ന ജാസ്മിനെ നെഞ്ചത്ത് കിടത്തി ആശ്വസിപ്പിക്കുകയാണ്. ഇത് കൺഫെഷൻ റൂം തന്നെയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇങ്ങനെയൊന്നും കൺഫെഷൻ റൂമിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായാണ് ഇത്തരത്തിൽ കാണുന്നത്. സാധാരണ കൺഫെഷൻ റൂമിൽ ടാസ്ക് പറയാനല്ലാതെ 2 പേരായി കയറാറില്ല. ജാസ്മിൻ അവിടെ ഇരുന്ന് കരയുന്നത് കണ്ട് അപ്സരയും റസ്മിനും കയറി. അവർ 2 പേരും അപ്പുറവും ഇപ്പുറവും ഇരുന്നു. ജാസ്മിൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്സര കുറച്ചു കഴിഞ്ഞപ്പോൾ പോയി. റസ്മിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് പോയത്. റസ്മിൻ അപ്പോഴും ജാസ്മിനോടൊപ്പം തന്നെ ഇരുന്നു. നല്ല കാര്യം, ശരി, അവൾ ഇമോഷണലി ഡൗൺ ആണ്, ഒരു സുഹൃത്തിന്റെ ആവശ്യമുണ്ട്, അപ്പോൾ റസ്മിൻ അവിടെ ഇരുന്നു, ശരി, സമ്മതിച്ചു. അതിനുശേഷം റസ്മിൻ അവിടെ ജാസ്മിന്റെ കൂടെ കിടക്കുകയും ജാസ്മിന്റെ ആവശ്യപ്രകാരം തന്നെ കെട്ടിപ്പിടിക്കുകയും കൂടെ ചേർത്തിരുത്തുകയും ഒക്കെ ചെയ്തു. ഇതിലും തെറ്റില്ല, കാരണം റസ്മിനും ജാസ്മിനും 2 സ്ത്രീകളാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് കുറച്ച് എപ്പിസോഡുകൾക്ക് മുൻപ്, റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്തിരുന്നു. അതായത് ശ്രീധുവിനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായാലും ഈ വ്യക്തിക്ക് ഒരു പെണ്ണിനോട് അഫെക്ഷൻ തോന്നുന്നത് കൊണ്ട് തന്നെ ബൈസെക്ഷലോ അല്ലെങ്കിൽ ലെസ്ബിയനോ ആയിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇത് ജാസ്മിന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ജാസ്മിൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് കാണിക്കുന്നത് തെറ്റാണെന്നും ജാസ്മിനോട് ഈ കാണിക്കുന്ന വല്ലാത്ത ചതിയാണെന്നും മനസ്സിലാവുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. കാരണം ജാസ്മിൻ അറിയില്ല റസ്മിന്റെ മനസ്സിൽ എന്താണെന്ന്. റസ്മിൻ ഇങ്ങനെ ലെസ്ബിയനോ ബൈ ചിന്താഗതിയുള്ള വ്യക്തിയാണെന്നും ജാസ്മിൻ അറിയില്ല. റസ്മിൻ ഒരുപക്ഷെ ജാസ്മിനോട് തെറ്റായ ചിന്താഗതി ഉണ്ടായിരിക്കില്ല, തെറ്റായ ഒരു രീതിയിലും റസ്മിൻ പെരുമാറിയിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു തെറ്റ് ജാസ്മിൻ ചെയ്യുന്നുണ്ട്. തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്താതെയാണ് ജാസ്മിനോട് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ആളുകൾ ഇതിനെ ജാസ്മിൻ മുതലെടുക്കുന്നു എന്നാണ് പറയുന്നത്. ജാസ്മിന് കാര്യം അറിയില്ല, അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഒരു പെൺകുട്ടിയോട് ഇടപെടുന്നത് പോലെ ഇടപഴകും. അത് റസ്മിൻ മുതലെടുക്കുന്നു എന്നാണ് പറയുന്നത്. ജാസ്മിനും റസ്മിനും കൂടി കൺഫെഷൻ റൂമിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിലും ഇപ്പോൾ ഒരു അർത്ഥവുമില്ല എന്നും കൺഫെഷൻ റൂമിൽ ആരും ഇങ്ങനെ ഇരുന്നിട്ടില്ല എന്നും ഇതൊക്കെ ബിഗ് ബോസ് എന്തിനു സമ്മതിക്കുന്നു എന്നും ചോദിക്കുന്നു. അവിടെ ആ സോഫയിൽ കിടന്നുകൊണ്ട് ആരോടും ഒന്നും പറയാതെ ഇപ്പോൾ റസ്മിന്റെ അടുത്ത് മാത്രം ജാസ്മിൻ എല്ലാം തുറന്നു പറയുകയാണ്. ഗബ്രിയുടെ കുറ്റങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ജാസ്മിൻ റസ്മിനോട് പറയുന്നത്. ഇതൊക്കെ വളരെ തെറ്റാണ്. ജാസ്മിൻ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ജാസ്മിൻ മാത്രമാണ് നല്ലതെന്ന്, ഗബ്രിയാണ് മുഴുവൻ തെറ്റെന്ന്. എന്നാൽ അങ്ങനെയല്ല സംഭവം. അത് കണ്ടുകൊണ്ടിരുന്നവർക്ക് നന്നായി അറിയാം. അവിടെയുള്ളവരിൽ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനാണ് ജാസ്മിൻ നോക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല ശരിയെന്ന് പ്രേക്ഷകർ പറയുന്നുമുണ്ട്. എങ്ങനെയൊക്കെ വോട്ട് ചെയ്യിപ്പിച്ച് ഇനിയിപ്പോൾ ഗബ്രിയെ പുറത്താക്കാനാണ് ജാസ്മിന്റെ തീരുമാനമെങ്കിലും നടക്കില്ല എന്നും ജാസ്മിൻ പുറത്തു പോകുന്നത് വരെ ഞങ്ങൾ ഗബ്രിയെ പിന്തുണയ്ക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.